സാധാരണക്കാരൻ്റെ ജീവന്റെ വില ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കുക, ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചിരിക്കണം, നിങ്ങൾ എത്ര കത്രിക കൊണ്ടുവന്നിട്ടുണ്ട്, തിരിച്ചു പോകുമ്പോൾ എല്ലാ കത്രിക ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് വന്നിരിക്കുക. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ഒരു സ്ത്രീയുടെ, ഉഷ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിപ്പോയ സംഭവം. ഇത് ഒന്നല്ല, പല പ്രാവശ്യം നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കേട്ടിട്ടുണ്ട്. കോഴിക്കോട്ടെ വിഷയം, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ പലതവണ സമരം ചെയ്യുന്ന സ്ത്രീകൾ എന്താണ് ഓപ്പറേഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ സിസേറിയൻ ആയിക്കോട്ടെ, പല പ്രശ്നങ്ങളുമായി ഓപ്പറേഷൻ ചെയ്യുന്നവരോട് വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങി പോകുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് കുടുങ്ങി പോകുന്നത്, ഇതൊരു വലിയ സംഭവമായി മാറിയിരിക്കുക. ഇന്ന് നമ്മുടെ ആ ഹോസ്പിറ്റലിൽ ചീഫായിട്ടിരുന്ന ലളിതാംബിക ഡോക്ടർ, പുള്ളിക്കാരി പറഞ്ഞ വാക്കുകൾ എന്നെ അതിശയിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സർവ്വസാധാരണമായി സംഭവിക്കാവുന്നതാണ്, പക്ഷേ ഇതുകൊണ്ട് ഒരാൾ മരണപ്പെടുകയോ 10-20 വർഷമായിട്ട് അത് സേഫായിട്ടിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, അവൾ ആലപ്പുഴയിൽ ഉഷ തോമസ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഏൽക്കേണ്ടി വന്ന ആ വേദനയുടെ ഭാഗമായി അപ്പോൾ തന്നെ അവിടുത്തെ MP അല്ലെങ്കിൽ KC വേണുഗോപാൽ ഇടപെടുകയും അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുകയൊക്കെ ചെയ്താലും 5 വർഷക്കാലം അവരെ ഓപ്പറേഷൻ ചെയ്തത് 2021 കാലഘട്ടം, കൊറോണയുടെ കാലഘട്ടത്തിലാണ്. അതിന് ഡോക്ടർ പറയുന്നത്, അന്നത്തെ ചീഫായിരുന്ന ഡോക്ടർ ലളിതാംബിക പറയുന്നത്, യഥാർത്ഥത്തിൽ അന്ന് കൊറോണ സമയത്ത് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല, എന്നാലും ആ ട്യൂമർ 3.5 കിലോ വരുന്ന അത് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ ആ ഡോക്ടർ എടുത്ത ആർജവും വലുതാണ്. പക്ഷേ ആർജവും അതിൻ്റെ ഫലമായി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ വയറ്റിൽ ഒരു കത്രിക ഇട്ട് കൊടുത്തു എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവർ പറയുന്നു ഇതൊന്നും ഒരു പ്രോബ്ലംസ് അല്ല എന്ന്, അതുപോലെ കൊറോണ സമയത്ത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മനുഷ്യന്റെ ജീവന് ഡോക്ടേഴ്സ് കൊടുക്കുന്ന വാല്യൂ, ഇതൊരു സർവീസ് ആണെന്നും ഈ സർവീസിന് അതിൻ്റെതായ ഒരു വാല്യൂ കൊടുക്കണമെന്നുള്ള മഹത്തായ ഒരു കാര്യത്തെ ഞാൻ ഇതിനകത്തോട് ഓർമ്മപ്പെടുത്തുകയും, അതിനിടയ്ക്ക് അദ്ദേഹം പറയുന്നത് കേട്ടു, ഫ്ലോറിനേഴ്സ് ആയിട്ട് അത് ആ ഒരു ജോബ് തസ്തികയുടെ പ്രശ്നത്തെ പറ്റി പറയുന്നത് കേട്ടു. അതിനിപ്പോൾ ഉണ്ടോയെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷേ അത് വലിയ തെറ്റായ ഒരു സംഭവമാണ്. അതായത് ഒരു കാര്യം, ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിച്ചത്, ഏതൊക്കെ അല്ലെങ്കിൽ എത്ര കത്രിക ഉപയോഗിച്ചു, ഇതിനൊക്കെ കൃത്യമായ കണക്കുണ്ടാവണം. ആ കണക്കുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഇവർക്കൊന്ന് എണ്ണി നോക്കാമല്ലോ, ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന എല്ലാ കത്രിക ഇവിടെ ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് തുന്നിക്കെട്ടാൻ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഉണ്ടോ, അതോ അത് അവരുടെ വയറ്റിലായി പോയോ എന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതൊരു ചെറിയ നെഗ്ലിജൻസ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇത് എത്രയോ പേർ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടാവാം. ചിലരടുത്ത് പഞ്ഞിയായിരിക്കും എടുത്തു വെച്ചിട്ട് വെക്കുന്നത്. കാരണം മുറിവ് തുടയ്ക്കുന്ന സമയത്ത് ആ പഞ്ഞി, അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോട്ടൺ എടുത്ത് വെക്കുന്ന സംസ്കാരം ഉണ്ടാവും. ഇതൊരിക്കലും വരാൻ പാടില്ല. ആ വീഴ്ചയെ, ആ നെഗ്ലിജൻസിനെ ഒരു സിംബിളൈസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചോ എന്ന ഒരു സംശയം ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ, അതാണ് പ്രത്യേകത, കേരളത്തിൻ്റെ മെഡിക്കൽ വിഭാഗത്തിൽ സംഭവിക്കുന്നത് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ തെറ്റാണ്. അത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ വളരെ സീരിയസ് ആയിട്ട് അത് കാണേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള നെഗ്ലിജൻസ് അതൊരു ജീവൻ എടുക്കും. എന്താണ് ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നതെന്നറിയാമോ? സാധാരണക്കാരൻ്റെ ജീവന്റെ വില ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കുക, ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചിരിക്കണം, നിങ്ങൾ എത്ര കത്രിക കൊണ്ടുവന്നിട്ടുണ്ട്, തിരിച്ചു പോകുമ്പോൾ എല്ലാ കത്രിക ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. താങ്ക് യു.